ആ വ്യക്തി ആക്രോശിച്ചുകൊണ്ട് 7 അടി പൊക്കം, ആജാനുബാഹു, നല്ല ഉരുണ്ട മസിൽസും ഒക്കെ ആയിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി ആക്രോശിച്ചുകൊണ്ട് വായ് കൊണ്ട് അസഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ വരിക. നമുക്കെതിരെ വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടു. ആ ആളിനെ അവിടെ ഒരു പില്ലറിനോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുക. കൈയും കെട്ടിയിരിക്കുക, കാലും കെട്ടിയിട്ടിരിക്കുക. എങ്ങനെയുണ്ട്? ആക്രോശത്തിന് ഒരു കുഴപ്പമില്ല. നമുക്കെതിരെ ആക്രോശിക്കുക. നിന്നെ ഇപ്പോൾ ഞാൻ കൊല്ലും, നിന്റെ കൈകാലുകൾ ഞാൻ വെട്ടിക്കളയും, നിന്നെ ഞാൻ തകർത്തു കളയും. ശക്തമായിട്ട് ആക്രോശിക്കുക. പക്ഷെ 1 ഇഞ്ച് അനങ്ങാൻ പറ്റുന്നില്ല, കൈ അനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയെ നമ്മൾ ഓടും. നമ്മളിത് മനസ്സിലാക്കിയവരോടത്തില്ല, മനസ്സിലാക്കാത്തവരോടും. ഈ ആക്രോശം കേട്ടിട്ട് പിശാചിന്റെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാകാത്ത അനേക വിശ്വാസികൾ ഇന്നുണ്ട്. അവര് വെറുതെ അങ്ങ് ഓടും, അല്ലെ? വെറുതെ ഓടും. വാസ്തവത്തിൽ ഓടേണ്ട കാര്യമില്ല. അവനെ കെട്ടിയിട്ടിരിക്കുക. എന്നാൽ ഈ വസ്തുത, ഈ സത്യം മനസ്സിലാക്കണം. ഈ സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പിശാചിന് എന്തു സംഭവിച്ചു എന്ന സത്യം അവന് വായ് മാത്രമേ ഉള്ളൂ, തന്ത്രങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് പുറത്തോട്ട് വരത്തുള്ളൂ. കയ്യിലായുധമില്ല. കൈ രണ്ടും കെട്ടിയിട്ടിരിക്കുക, കാല് രണ്ടും കെട്ടിയിട്ടിരിക്കുക. യാതൊരു ആയുധങ്ങളും അവന്റെ കയ്യിലില്ല. ആക്രോശിക്കുവാൻ മാത്രമേ, ഇന്റിമിഡേറ്റ് ചെയ്യുവാൻ മാത്രമേ, ഭയപ്പെടുത്തുവാൻ മാത്രമേ പിശാചിന് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ.